ഇന്ന് കൂത്തുപറമ്പ് വെടിവയ്പ്പിന്റെ 30ാം വാർഷികമാണ്. കേരളത്തിൽ രാഷ്ട്രീയമായി ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണിത്. കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ വെടികൊണ്ട് കിടപ്പിലായ പുഷ്പൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് അന്തരിച്ചത്. 91 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കേരളം ഭരിക്കുന്നു. CPMന്റെ വർഗശത്രുവായ MV രാഘവനും കരുണാകരൻ മന്ത്രിസഭയിലുണ്ട്. സ്വകാര്യവൽക്കരണ നയത്തിന് തുടക്കമിട്ട കാലം കൂടിയായിരുന്നു അത്. സർക്കാർ ഭൂമിയും സഹകരണ മേഖലയുടെ പണവും ഉപയോഗിച്ച് 1993-ൽ MV രാഘവന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ പരിയാരം മെഡിക്കൽ കോളേജ് സ്വകാര്യ സ്ഥാപനമാക്കുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. ഇതിനെതിരെ DYFI സമരം പ്രഖ്യാപിച്ചു. CPM MV രാഘവനെ നോട്ടമിട്ടിരുന്ന കാലം കൂടിയായിരുന്നു അത്. 1994 നവംബർ 25-ന് കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ MV രാഘവനെ സമരത്തിന്റെ ഭാഗമായി DYFI കരിങ്കൊടി കാണിക്കാനെത്തി. മന്ത്രിയെ തടഞ്ഞ യുവാക്കൾക്ക് നേരെ പോലീസ് വെടിവയ്പ് നടത്തി. വെടിവയ്പിൽ DYFI പ്രവർത്തകരായ KK രാജീവൻ, ഷിബുലാൽ, ബാബു, മധു, റോഷൻ എന്നിവർ മരിച്ചു. വെടിയേറ്റ പുഷ്പൻ ആശുപത്രിയിലായി. പിന്നീട് മരണം വരെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ടുമില്ല. സമരം ആളിപ്പടർന്നു. മന്ത്രി MV രാഘവന്റെ വീടിനുൾപ്പെടെ തീയിട്ടു. വെടിവയ്പ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. അനാവശ്യമായി നടത്തിയ വെടിവയ്പ്പിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കി. 1997-ൽ ഇടത് സർക്കാർ നിയമിച്ച പത്മനാഭൻ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് MV രാഘവൻ, ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി, DYSP അബ്ദുൽ ഹക്കീം ബത്തേരി, അന്നത്തെ SP ആയിരുന്ന റവത ചന്ദ്രശേഖർ എന്നിവർ പ്രതികളായി. 1997-ൽ MV രാഘവൻ അറസ്റ്റിലായി. സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ പിന്നീട് മുഴുവൻ പ്രതികളെയും വിട്ടയച്ചു. 2019-ൽ LDF സർക്കാർ ഓർഡിനൻസിലൂടെ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു. സമരമൊക്കെ ചരിത്രമായി. സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത CPM മെഡിക്കൽ കോളേജിന്റെ ഭരണത്തിലെത്തിയപ്പോഴും സ്വാശ്രയ ഫീസിൽ തന്നെ പ്രവേശനം നടത്തിയതും കണ്ടു. ഇപ്പോൾ സ്വകാര്യ വിദേശ സർവകലാശാലകൾക്കായി എന്തിളവും നൽകാൻ തയ്യാറാകുന്ന CPM നേതൃത്വത്തെയും ഭരണത്തെയും ഈ നാട് കാണുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.